ഹായ് ജോർജ് ബെനി. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ യഥാർത്ഥത്തിൽ ജോർജിനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ചു, TV ചാനലിൽ കണ്ടു ജോർജിന്റെ വിഷമമൊക്കെ. ഇപ്പോൾ എത്ര മാസത്തിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്? മാസങ്ങളായില്ല, കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. പുതുവർഷത്തിന്റെ തലേന്നല്ലേ? അതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏത് സമയത്താ, രാത്രിയിലോ പകലോ? രാത്രി 9:30-ക്കാണ്, അല്ല 8 മണിക്കാണ് സംഭവം ഉണ്ടായത്. ആകെ ജോർജിന് എത്ര പശുക്കളുണ്ട്? 8 പശുക്കളും ബാക്കി കിടാക്കളും ഉൾപ്പെടെ 22 എണ്ണം ഉണ്ടായിരുന്നു. 22 എണ്ണം. ഈ ചെറിയ പ്രായത്തിലെ ഇത്രയധികം കന്നുകാലികളെ കൊണ്ടുകിടക്കാൻ കാരണം എന്താണ്? മെയിൻ ആയിട്ട് അനിയനായിരുന്നു ഇതിന്റെ പുറകെ നടന്നിരുന്നത്. ജോർജ്, ഈ മാത്യു എത്ര വയസ്സ് പ്രായമുള്ള ആളാ? അനിയൻ എന്ന് പറയുമ്പോ മാത്യു 15 വയസ്സുള്ള കർഷകനാണ്. അല്ലേ? കർഷകനാണ്, ക്ഷീരകർഷകനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് എന്തോ ഒരു അവാർഡൊക്കെ കിട്ടി ഞാൻ പത്രത്തിൽ നിന്ന് വായിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയതാണ്. എന്തിനുള്ള അവാർഡ്? കുട്ടി ക്ഷീരകർഷകന്. കുട്ടി ക്ഷീരകർഷകൻ. അപ്പൊ നമുക്ക് മാത്യുവിനെ വിളിച്ചാലോ? കൂടെ ആരെങ്കിലും ഉണ്ടോ? അമ്മയുടെ ചേച്ചിയുടെ മോനുണ്ട്, പേര് ആൽബിൻ എന്നാണ്. ചേട്ടായുടെ വൈഫുണ്ട്, പേര് ലവിത എന്നാണ്. ചേച്ചി ഉത്തരാഖണ്ഡിലാണ്. ചേച്ചി മലയാളിയല്ലേ? മലയാളിയല്ല. ഓക്കെ. അപ്പൊ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ? കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അത് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഹിന്ദി എൻ്റെ കയ്യിലുണ്ട്, നമ്മളത് പരീക്ഷിക്കും. ഓക്കെ. അപ്പോ ജോർജ്, നമുക്കൊരു പരിചയപ്പെടാം വിശദമായിട്ട്. ഹലോ, നമസ്കാരം കുട്ടി കർഷകൻ. ഹലോ. അപ്പോ എന്തായാലും മാത്യുവിനെ കണ്ടതിൽ വളരെ സന്തോഷം. എത്രാമത്തെ വയസ്സിലാ അവാർഡ് വാങ്ങിച്ചത്? 13-ാം വയസ്സ്. 13-ാമത്തെ വയസ്സ്. ഈ പരിപാടി എന്നാ തുടങ്ങിയത്? ഇത് ചെറുപ്പം പോലെയുള്ളതാ. വലിയ എരുത്തിലൊക്കെയാണോ നിങ്ങളുടെ വീട്ടില്, വെള്ളിയാമറ്റത്തുള്ള വീട്ടില്? ചെറിയ തൊഴുത്തായിരുന്നു. മോന് ഓർമ്മ വരുമ്പോ എത്ര പശുക്കളുണ്ട് തൊഴുത്തില്? തൊഴുത്തില് 3 പശുക്കളും പിന്നെ സ്ഥലമില്ലാത്തോണ്ട് പറമ്പിൽ കൂടെ ഒക്കെ കെട്ടുന്നത്. നിങ്ങൾ എത്ര പേരാ? ഞങ്ങള് ഈ ജോർജ്, മാത്യു, പിന്നെ റോസ്മേരി സഹോദരി, അനീത്തിയുണ്ട്. അനീത്തിയും പശുക്കളിൽ അഡിക്റ്റ് ആണോ? ആണോ? അപ്പോൾ ഈ സാധാരണ ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ താല്പര്യം കാണിച്ച ആൾക്കാർ നമ്മളെ മാറ്റും. പള്ളിക്കൂടത്തിൽ പോകാനുള്ളതാ, നിനക്ക് പഠിക്കാനുണ്ട്, നീ എന്തിനാ തൊഴുത്തി കയറുന്നത് എന്നൊക്കെ ചോദിക്കാറല്ലേ? അങ്ങനെ ആരും ചോദിച്ചില്ലേ? ചോദിക്കാറുണ്ടായിരുന്നു. എല്ലാവരും അതാ ചോദിക്കുന്നത്. ഈ അപ്പൻ ബെന്നി എങ്ങനായിരുന്നു? അപ്പൻ ക്ഷീരകർഷകനായിരുന്നു. അപ്പോൾ താങ്കൾ അമ്മയുടെ ചേച്ചിയുടെ മകൻ അല്ലേ? ആൽബിൻ എന്നാണ് പേര്. ഓക്കെ. അപ്പോ ആൽബിന്റെ ഭാര്യയാണിത്. ഉത്തരാഖണ്ഡ് ലവിതയാണ് അല്ലേ? ലവിത. ഹായ് ലവിത, കൈസാ ഹേ? मैं ठीक हूँ सर, आप कैसे हैं? ബാക്കി പറഞ്ഞാൽ പ്രശ്നമാവും. ഇപ്പൊ ഈ ഉത്തരാഖണ്ഡുകാരി എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു മഥുര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഉത്തർപ്രദേശിലുള്ള മഥുരയില്. അപ്പൊ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. എത്രാം ദിവസം കണ്ടുമുട്ടി അവിടെ ചെന്നിട്ട്? ഫസ്റ്റ് ഡേ തന്നെ കണ്ടായിരുന്നു. പിന്നെ ഇത് ഈ പ്രണയം എപ്പോ പുഷ്പിച്ചു? പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പൊ ഞാനൊന്ന് ഞെട്ടിക്കട്ടോ, നമ്മുടെ കുട്ടേട്ടൻ വേണം ഈ കാര്യത്തിൽ നിന്ന് ഇടപെടും. കാര്യം എന്താ അറിയാമോ? കുട്ടേട്ടന് ഈ 7 മാസക്കാലത്തെ ഇടവേളക്കിടയിൽ ഒരു കാര്യം സംഭവിച്ചു. കുട്ടേട്ടാ, നമസ്കാരം. കുറെ കാലമായി കണ്ടിട്ട്. കാലം എന്നല്ല ബോസ്, നമ്മൾ കണ്ടിട്ട് 252 ദിവസങ്ങൾ പിന്നിട്ടു. 252 ദിവസം നമ്മൾ കണ്ടിട്ടില്ല. അതെ. ഈ 252 ദിവസങ്ങൾ കുട്ടേട്ടൻ എന്ത് ചെയ്യുകയായിരുന്നു? ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് എന്ന് മാത്രം ബോസ് വിചാരിക്കരുത്. ഞാൻ ആ ഒരു ദിവസത്തിൽ ചെയ്തത് അസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജാഹനഹള്ളി, കാലിഫോർണിയയിൽ നിന്ന് ജ്യോതിഷത്തിൽ ഒരു ബിരുദം നേടിയിട്ടുണ്ട്. അസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജാഹനഹള്ളി, കാലിഫോർണിയ. യെസ്. കാലിഫോർണിയയിൽ പോയോ? കാലിഫോർണിയയിൽ പോയില്ല ബോസ്. അവിടെയുള്ള മലയാളീസ് ഇവിടെ വന്നാണ് എന്നെ അസ്ട്രോളജി പഠിച്ചത്. അപ്പൊ ഈ സ്ഥാപനം മലയാളിയുടെ ആണോ? തീർച്ചയായിട്ടും. അവർക്ക് ഇതൊക്കെ തോന്നുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഈ ആൽബിന്റെ ഈ കല്യാണത്തിൽ എന്തോ ഒരു ഏടാകൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഒന്ന് ഗണിച്ചു നോക്കിയേ. ആൽബിൻ കാനഡയിൽ പോകേണ്ട ആളായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആൽബിൻ കണ്ട ദിവസം തന്നെ ആ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. പിന്നീട് ഉടൻ തന്നെ വിവാഹത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഒരു നുണ പറഞ്ഞു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ലവ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലവ് തുടങ്ങി. ഓക്കെ. അപ്പം ഞാൻ മാത്യുവിലേക്ക് പിന്നീട് വരാം. ഓക്കെ. അപ്പൊ ഡിസംബർ 31 ഒരു കാളരാത്രിയായി അല്ലേ? എന്തായിരുന്നു സംഭവം? എന്താ വെച്ചാല് അപ്പോഴെവിടെയായിരുന്നു ജോർജ്? ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങള് സ്ഥലത്തില്ലായിരുന്നു. ഞങ്ങൾ മറ്റേ പുല്ലെടുക്കാൻ പോയതാണ്. ഞങ്ങളുടെ പറമ്പിലായിട്ട് പുല്ല് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു? ഞാനും അനിയും അത് എടുക്കാൻ പോയതായിരുന്നു. അപ്പം എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അനീത്തി തൊഴുത്തി വന്നു. അനീത്തി അമ്മയും കൂടെ തൊഴുത്തി വന്നു. കന്നാലില്ലാം നോക്കി. പിന്നെ കപ്പത്തൊലി എടുത്തു. വാർക്കയിൽ ഇങ്ങനെ ഉണക്കുമായിരുന്നു കപ്പത്തൊലി. അപ്പം 3-4 ദിവസമൊക്കെ കൊണ്ടായി. ഈ കപ്പത്തൊലി സ്ഥിരമായി കൊടുക്കുന്നതാണോ? മുത്തശ്ശന്റെ കാലം മുതൽ കൊടുക്കാൻ തുടങ്ങിയതാ. അപ്പം മുത്തശ്ശന്റെ കാലം മുതൽ. ഈ കപ്പത്തൊലി എവിടുന്ന് കിട്ടും? കപ്പത്തൊലി അത് ഡ്രയർ ഉണ്ടായിരുന്നു. ഡ്രയറിൽ നിന്ന് എടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മുത്തശ്ശന്റെ കാലത്തൊക്കെ അന്നേരം ഡ്രയർ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ കപ്പ വാട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കപ്പത്തൊലി കൊടുത്താരാ? അന്ന് അമ്മ അനീത്തിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അവരാണ് സ്ഥിരമായിട്ട് അത് കൊടുത്തോണ്ടിരുന്നത്. എല്ലാ ദിവസവും അതുപോലെ കൊടുക്കുന്ന. അന്നേരം ഒന്നും ഈ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാനും അനിയനും മറ്റേ പുല്ല് എടുത്തോണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അനീത്തി. വളരെ ദൂരെ നിന്നാണോ അടുത്തുനിന്നാണോ? അല്ല, വീടിന്റെ
കുറച്ച് മുകളിലായിട്ട്. അപ്പൊ മുകളിൽ പാറയുണ്ട്. അപ്പൊ അവിടെ തീറ്റപ്പുൽ കൃഷി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് പുല്ലും വെട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന വഴിക്കായിരുന്നു അനീത്തി കിടന്ന് കരഞ്ഞത്. ചേട്ടായി പെട്ടെന്ന് ഓടിയ കന്നാലിക്ക് ഇങ്ങനെ ഇതുപോലെയാണ്. അപ്പൊ അപ്പൊ അമ്മയൊക്കെ ഓടി വന്നു. അപ്പൊ ഈ ചെന്നപ്പം ഈ കന്നുകാലികൾ എന്ത് ലക്ഷണങ്ങളാ കാണിക്കുന്ന? അപ്പൊ ആദ്യം ഒരു കന്നാലി പയ്യെ തെന്നാൻ തുടങ്ങി. അപ്പൊ അവൾ ഓർത്തത് ഇത് ചുമ്മാ തൊഴുത്തിൽ ചുമ്മാ നടന്ന് തെന്നുന്നതായിരിക്കും എന്ന് ഓർത്തെ. പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാ കന്നാലിയും തെന്നാൻ തുടങ്ങി, വഴുതി വീഴാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാം പടപടയെന്ന് പറഞ്ഞ് തൊഴുത്തിലേക്ക് വീണു. പിന്നെ കിടന്ന് വയറ് വീർത്തു പെട്ടെന്ന് തന്നെ. അപ്പൊ ആ തൊഴുത്തിൽ അപ്പൊ എത്ര പശുക്കളുണ്ട്? അന്നേരം മൊത്തം 22 എണ്ണം ഉണ്ടായിരുന്നു. പശു എല്ലാം കൂടെ ചേർത്ത് അല്ലേ? എല്ലാത്തിനും 22 സാധനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്, ഈ കന്നുകാലികൾക്കുണ്ട്. അപ്പൊ എല്ലാം കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പം യഥാർത്ഥത്തിൽ ഇവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു കർഷകനാണല്ലോ താങ്കൾ. അപ്പോ നമുക്ക് ജീവന് തുല്യം ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത് കിടന്ന് പെടയുന്ന ഒരു അവസ്ഥയിലേക്കാണ് താങ്കൾ അങ്ങോട്ട് ചെന്ന് കയറുന്നത് അല്ലേ? തീർച്ചയായും. അപ്പോ ജോർജിന് എന്താ തോന്നിയത്? അപ്പോ അപ്പോഴത്തേക്ക് നല്ല സങ്കടം തോന്നി. അപ്പോഴത്തേക്ക് തന്നെ മാത്യു എന്താ പറഞ്ഞു അത് കണ്ടപ്പോ? ഞാനത് കണ്ടിട്ട് പശുവിനെ എല്ലാത്തിനും അയച്ചുവിടാൻ പറഞ്ഞു. തൊഴുത്തിന്ന്. തൊഴുത്തില് റബ്ബർ മാറ്റിയിടാത്തോണ്ട് തെന്നി പോകും. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോ വിഷമവും പേടിയൊക്കെ വന്നില്ലേ? എന്ത് ചെയ്യണം, ഇത്രയും കന്നാലിക്ക് വന്നോട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഈ കന്നുകാലികൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ ഈ കപ്പത്തൊലി കഴിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഇതിനു മുമ്പ് ഒരിക്കലും ഇത് കാണിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്. അപ്പം പെട്ടെന്ന് കന്നാലിക്ക് വയറ് ഉയർത്തു. മറ്റേ പടച്ച് വീണ് കഴിഞ്ഞപ്പം വയറ് ഉയർത്തു. അപ്പൊ തന്നെ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസിന്റെ മരുന്നെല്ലാം കൊടുത്തു. ഡോക്ടർമാര് പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ വയറ് ഉയർത്തു വരുമ്പോൾ കൊടുക്കേണ്ട മരുന്ന്. അപ്പൊ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം വലിയ പശുക്കളാണോ ചെറിയ പശുക്കൾ എങ്ങനെയായിരുന്നു? വലിയ പശു ചെറിയ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കുഞ്ഞിക്കിടാക്കളുണ്ടായിരുന്നു. ഗർഭിണി പശുക്കളുണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാം ഗർഭിണികളായിരുന്നു. അപ്പം സങ്കടമായി. ഇപ്പം പശുക്കൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോ തന്നെ അയലോക്കംകാരെ വിളിച്ചു. അപ്പം എപ്പോഴും വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആദ്യം ആ ചേട്ടനെയാണ് വിളിച്ചത്. അപ്പൊ അവർക്കും കന്നാലി ഉള്ളതാണ്. അപ്പൊ അവരൊന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോ അവിടെയുള്ള വെള്ളിയാമരത്തുള്ള എല്ലാവരെയും വിളിച്ചു. അവരെല്ലാം ഓടി വന്ന്. പിന്നെ അന്ന് ന്യൂ ഇയറിന്റെ രാത്രി ആയതുകൊണ്ട് ഡോക്ടർമാരെല്ലാം ബിസി ആയിരുന്നു. അപ്പം കുറെ ഡോക്ടർമാർ വിളിച്ചു. അവരെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പൊ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കൊക്കെ ഏതെങ്കിലും പശു ചത്തായിരുന്നോ? പയ്യൻ ഓരോന്നായിട്ട് ചാവാൻ തുടങ്ങിയായിരുന്നു. ഈ ചാവാൻ തുടങ്ങിയപ്പോ എനിക്കൊന്ന് ഈ പശുക്കളെ ആദ്യം ജോർജിനേക്കാളും ആദ്യം സ്നേഹിച്ചത് ഈ മാത്യു ആണല്ലോ. മാത്യുവിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പൊ തന്നെ മാത്യുവിന്റെ നില ആകെ മാറി. പുള്ളിക്കാരന് ഭയങ്കര കലിയും ദേഷ്യമൊക്കെ ആയി. പെട്ടെന്ന് കരച്ചിലൊക്കെ വന്ന് കൈ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ കൂടാൻ തുടങ്ങി. എന്താ മാത്യു അങ്ങനെ കയ്യില് എന്താ പറ്റിയതപ്പോ? വിറച്ചു പോയോ? അത് കണ്ട് ഷോക്കായിട്ട് തറ വീണോ? കറങ്ങി വീണില്ല. അത് കാണുമ്പോ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇരുന്നു. അപ്പൊ തന്നെ ആൾക്കാരെല്ലാം ഓടി വന്ന് പെട്ടെന്ന് തന്നെ അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പായിട്ട് അവൻ മറ്റേ മന്ത്രിനെ പിയാനെ വിളിച്ചായിരുന്നു. അപ്പൊ അനിയൻ മാത്യു വിളിച്ചു മറ്റേ ചിഞ്ചുറാണി മിനിസ്റ്ററിന്റെ പിയാനെ. അപ്പൊ പണ്ട് അനിയൻ മറ്റേ മന്ത്രിയുടെ പിയുടെ നമ്പർ എങ്ങനെ കയ്യിലുണ്ടായിരുന്നു? അത് നേരത്തെ അനിയൻ മറ്റേ ഫേമസ് ഒക്കെ ആയിരുന്നല്ലോ, പത്രത്തിലും ന്യൂസിലെല്ലാം വന്നായിരുന്നു. അപ്പം അനിയനോട് പറഞ്ഞായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും പിയേനെ വിളിച്ചോണം, ഏത് സമയം നോക്കണ്ട, എപ്പോൾ വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് അനിയൻ അന്നേരം തന്നെ വിളിച്ചു. രാത്രിയായിരുന്നു. അപ്പം തന്നെ പി എടുത്തു. അപ്പം തന്നെ അവർ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പല സ്ഥലത്തു നിന്നുള്ള ഡോക്ടർമാർ 11 മണിയായപ്പോ എത്തി. അപ്പൊ അന്നേരം അവരെല്ലാവരും കൂടെ രാത്രി 11 മണിക്ക്. അപ്പൊ കുറെ സമയം ആയില്ലേ? ഇത് എത്ര മണിക്കാ കൃത്യം ഇത് സംഭവിക്കുന്നത്? ആദ്യത്തെ പശു ചാകുമ്പോ സമയം എത്രയാ? കൃത്യമായിട്ട് നമ്മൾ ഓർക്കുന്നില്ല. എന്നാലും ഏകദേശം ഒരു 9 മണിയായപ്പം. അപ്പോഴത്തേന് ഈ തൊഴുത്തിൽ നിന്ന എല്ലാ കന്നുകാലിയും തറ വീണ് കഴിഞ്ഞോ? ഒട്ടുമിക്ക എല്ലാം തറ വീണു. അതിനു മുമ്പായിട്ട് അഴിച്ചു വിട്ടു. ഈ കൂടിയ നാട്ടുകാർ എന്താ പറഞ്ഞത്? എന്താണെന്നാ പറഞ്ഞത്? അവരന്നേരം അതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. പെട്ടെന്ന് തന്നെ കന്നാലി രക്ഷിക്കാനുള്ള ഇത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കന്നാലി വീഴാൻ തുടങ്ങിയപ്പോ തന്നെ കയറെല്ലാം അഴിച്ചു വിട്ടു. ഓരോ റോട്ടിൽ പോയി. പിന്നെ ഒരു മുഴുത്ത ഒരു മൂരി ഉണ്ടായിരുന്നു. അവൻ ഇതെല്ലാം കണ്ട് പേടിച്ച് അവൻ അയലോക്കത്തെ പറമ്പിലേക്ക് അങ്ങ് ഓടി അങ്ങ് പോയി. പിന്നെ 2 പശുക്കളാണെങ്കിൽ കുട്ടികളുണ്ടായിരുന്നു അല്ലേ? 2 പശുക്കളാണെങ്കിൽ വിത്തത്ത് വീണ് കടന്നു. പിന്നെ ഒരെണ്ണം അടുത്ത് വലിയൊരു തോടുണ്ട്, നല്ല ആഴമുള്ളൊരു തോട്. ആ തോട്ടിലേക്ക് ഒരു കിടാവ് വീണ് കൊമ്പെല്ലാം ഒടിഞ്ഞ് ഒരു പരിപാടി. മാത്യു വേദനിച്ച് നൊമ്പരപ്പെട്ട് കൈ വിറച്ച് കാല് വിറച്ച് ആശുപത്രിയിലായി. ജോർജിന്റെ അവസ്ഥ എന്തായിരുന്നു? അന്നേരത്തേക്ക് എന്റെ കൺട്രോളും എല്ലാം പോയായിരുന്നു. അപ്പൊ നമ്മൾ ഓമനിച്ച് വളർത്ത് കന്നാലിയല്ലേ. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ ആയിട്ടായിരുന്നു അവരെ കരുതിക്കൊണ്ടിരുന്നത്. പിന്നെ അതുങ്ങളും നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓരോന്നായി ചാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും കൺട്രോൾ പോയി ഞങ്ങളുടെ.